കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് സൂഡിയോയിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഏതായാലും ലുലുവിൽ വന്നതല്ല, ഒന്ന് സൂഡിയോയിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ പോയി മിഷുപ്പിക്ക് ഒരു ജീൻസ് നോക്കാനാണ് കേട്ടോ പോയത്. ജീൻസ് നോക്കിയപ്പോൾ മിഷുപ്പിൻ്റെ സൈസിൽ കിട്ടിയില്ല, പക്ഷേ ആയിഷൻ്റെ സൈസിലൊന്ന് കിട്ടിയപ്പോൾ പിന്നെ അവിടുന്ന് ഒരു ജീൻസും മേടിച്ചു, ആയിഷക്ക് ഒരു ഷൂവും മേടിച്ചു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം എടുത്തു. ഇനി അതിനുവേണ്ടി വേറെ തിരഞ്ഞ് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. മിഷുപ്പി പിന്നെ ഇന്നെ തിരഞ്ഞ് നടക്കാമെന്ന് എനിക്ക് തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെ ഉണ്ടാവുകയെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നിഷാക്കാക്കയും പിന്നെ എന്നെ തിരഞ്ഞ് നോക്കണം. ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതാ നമ്മുടെ ഭാഗം, പിന്നെ ഇതാണല്ലോ. ഇതാ ഒരുപാട് ഷെയ്ഡ് ഉണ്ട്, അതിനോട് കൺഫ്യൂഷനായിട്ട് അവിടെ തന്നെ നിന്ന് പോയതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നൊന്ന് മേടിച്ച് കൊണ്ടുപോയതാണ്. പിന്നെ ഞാനിങ്ങനെ ഇവിടെ നോക്കി കുറേ നേരം തിരിഞ്ഞ് വെച്ചിട്ടൊന്നും പറ്റാണ്ടായപ്പോൾ ഞാൻ നേരെ ഇറക്കും. ഞങ്ങൾ നേരെ ഫുഡ് കോർട്ട് പോയി. എനിക്ക് രണ്ടുപേർക്കും ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുത്തു. പിന്നെ താഴെ നേരെ മാക്സിലേക്കാണ് കേട്ടോ പോയത്. മാക്സ് പോയി നോക്കുമ്പോൾ ഞാൻ നിഷാക്കാനെ പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ നമുക്ക് ഇരട്ടിപ്പണി കിട്ടുക എന്നല്ലാണ്ട് ഇവിടെ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഹൈസ് അങ്ങനെ ടോയ്സ് ഒക്കെ പിടിച്ച് വലിച്ചിടുന്നുണ്ടായിരുന്നു. ഓരോ തരം പറ്റായിട്ട് വേറെ വേറെ എടുത്തെടുത്ത് എവിടെ നിന്നൊക്കെയോ എടുത്ത് കൊണ്ടുവരും, ആർക്കൊക്കെയോ കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, വേഗം ഇറങ്ങി പോരാണ്. അങ്ങനെ നിഷാക്കാനെ പിടിച്ച് ഒറ്റ പിടുത്തത്താലെ വേഗം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. താഴെ ഇറങ്ങി നേരെ പോയി നോക്കുമ്പോഴോ കാറ് കാണുന്നില്ല. നോക്കുമ്പോൾ കാറ് ഇതാ അതിൻ്റെ മുകളിലാണുള്ളത്. പിന്നെ സെക്യൂരിറ്റീനൊക്കെ വിളിച്ചു, അവരത് കൊണ്ട് ഇറക്കിയൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ വണ്ടിയിലാക്കി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി.